സൂചിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടിയോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്താണ് മുന്നറിയിപ്പിൽ പറയുന്നത്? വീണ, 3 മണിക്കൂറിൽ അടുത്ത് വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ തോറും ഈ ഒരു അലർട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ കൊടും ചൂടാണ് ഇന്നുണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയതെങ്കിലും ഇന്നിപ്പോൾ അത് മാറി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനുമുള്ള സാധ്യതകൾ ഉണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ള ഒരു അറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു. ഇനി പോകുന്ന മണിക്കൂറിൽ, വരും മണിക്കൂറിൽ എന്തായിരിക്കും അവസ്ഥ എന്നത് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയണം. കാരണം മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. കാലാവസ്ഥ പ്രവചനാതീതം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കാനും കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നത് കുറയ്ക്കണമെന്നും അതുപോലെ തന്നെ ജാഗ്രത പാലിച്ചുകൊണ്ട് മാത്രം പോകണമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. വീണ, ഓക്കെ, ശരി ശ്രീനന്ദ.